Good morning to all. Today we are going to take one beautiful poem. Rise is written by Chemman Chako. Rise written by Chemman Chako. First of all, I will give a small description about the writer. Look here. First one is he was born in 1926, Mulakulam in Travancore. Then second thing is he is a famous poet in Malayalam. Then he is a master satirist. Satirist means മറ്റുള്ള ആൾക്കാരെ കളിയാക്കുന്ന തരത്തിലുള്ള അവരുടെ കസ്റ്റംസിനെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയൊക്കെ കളിയാക്കുന്ന തരത്തിലുള്ള ഒരു കവിയായിരുന്നു നമ്മളെ ചെമ്മനം ചാക്കോ. ആക്ഷേപഹാസ്യനായ കവി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ദീസ് ആർ സം ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ റൈറ്റർ. Then next we are going to take the poem Rise. In this poem the poet says that obtaining a doctorate on making toys with husk. Husk means umi. It was from North India. Then he returned back to home. That time his mind is the time the picture of rice planting through his mind. But when he returned back to his home, back to his village, what happened? He is very surprised. Why he is so surprised? Because the paddy fields are changed. The paddy fields are replaced the rubber plantations. Okay, so he is very surprised. When he saw this, he is very surprised. This is the context of the poem. Okay, now we are moving to the lesson. All of you take your textbook and listen carefully. I come home at the end of 4 years of research in North India, having earned a doctoral degree and generous praise for my work on making toys with husk. Bored with eating chapatis day after day, I am eager to eat a meal of Attikira rice. That means ഇതിൽ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയണത് എന്താ വെച്ചാൽ ഐ മീൻസ് ഹിയർ ഇവിടെ ഈ റൈറ്ററെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെ ചെമ്മനം ചാക്കോയാണ് ഈ ഐ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ ഒരു റിസർച്ചിന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. എന്തിനായിരുന്നു പോയത്? ഒരു 4 കൊല്ലത്തെ റിസർച്ചിന് പോയിരിക്കുകയാണ് അദ്ദേഹം. ഒരു ഹസ്ക് എന്ന് പറഞ്ഞാൽ ഉമി കൊണ്ട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു റിസർച്ചിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം 4 കൊല്ലമായിട്ട് അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ പോയിരുന്നത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ വർക്കിന് അദ്ദേഹത്തിന് ഒരുപാട് പ്രൈസ് മീൻസ് പ്രൈസ് ഫോർ മൈ വർക്ക് ഓൺ മേക്കിംഗ് ടോയ്സ് വിത്ത് ഹസ്ക്. ആ ഒരു റിസർച്ചിന് അദ്ദേഹത്തിന് ഒരുപാട് അപ്രീസിയേഷനൊക്കെ കിട്ടി എല്ലാവരുടെ കയ്യിൽ നിന്നും. എന്നിട്ട് അദ്ദേഹത്തിന് അവിടെ നോർത്ത് ഇന്ത്യയിൽ 4 വർഷമായിട്ട് തുടർച്ചയായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ഫുഡൊന്നും അയാൾക്ക് പറ്റുന്നില്ല. അപ്പോൾ എന്നും ചപ്പാത്തി കഴിച്ചിട്ട് അദ്ദേഹത്തിന് മടുത്തു. അപ്പം ഇനി നാട്ടിലേക്ക് വന്നിട്ട് അത്തിക്കിര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അവരുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക തരം ഒരു അരിയാണ്. ആ അരിനെയാണ് അത്തിക്കിര എന്ന് പറയുന്നത്. ആ അരി കൊണ്ടുള്ള ഭക്ഷണം കഴിക്കാൻ അത്രയും ആഗ്രഹിച്ചിട്ട് അദ്ദേഹം നാട്ടിലേക്ക് വരികയാണ്. അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. Then second paragraph, it will be the planting season when I get there, and my father his handloom dhoti stained with yellow mud, excited about the waters of the Varanganal canal, will greet me from the fields below our house amidst the shouts of ploughing with several oxen. സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് അദ്ദേഹം വിചാരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നാട്ടിലെത്തിയിട്ടില്ല, നാട്ടിലെത്തിയാൽ ഇന്നതൊക്കെ ഉണ്ടാവും എന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിക്കുകയാണ്. ഞാൻ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ എന്താണ് പറയുന്നത്? പ്ലാന്റിങ് സീസൺ വൺ ഐ ഗെറ്റ് ദ. ആ സമയത്ത് അവിടെ നെൽവിത്തുകൾ വിതയ്ക്കുന്ന സമയമായിരിക്കും. അതേപോലെ തന്നെ ആൻഡ് മൈ ഫാദർ ഹിസ് ഹാൻഡ്ലൂം ധോത്തി സ്റ്റെയിൻഡ് വിത്ത് യെല്ലോ മഡ്. തൻ്റെ ഫാദർ വീടിൻ്റെ താഴെയുള്ള ഒരു വയലിലായിരിക്കും. അതേപോലെ തന്നെ അദ്ദേഹം എന്തായിരിക്കും ധരിച്ചിട്ടുണ്ടാവുക? ഹാൻഡ്ലൂം ധോത്തി സ്റ്റെയിൻഡ് വിത്ത് യെല്ലോ മഡ്. അദ്ദേഹം ചെളി പുരണ്ടിട്ടുള്ള ഒരു ഹാൻഡ്ലൂം ഉണ്ട്, ഒരു കൈത്തറി മുണ്ടായിരിക്കും അദ്ദേഹം ധരിച്ചിട്ടുണ്ടാവുക. അതേപോലെ തന്നെ വരങ്കനാൽ കനാൽ പറഞ്ഞാൽ അവർ അവിടെയുള്ള ഒരു കനാലാണ്. അവിടുത്തെ വെള്ളം, ആ കനാലിലെ വെള്ളം അദ്ദേഹത്തിന് ഒന്നും കൂടി ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടാവും. എന്തിന്? അദ്ദേഹത്തിൻ്റെ വർക്ക് ഒന്നും കൂടി വളരെ ഊർജത്തോടെ അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ ഒന്നും കൂടി ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ വിൽ ഗ്രീറ്റ് മീ ഫ്രം ദ ഫീൽഡ്സ് ബിലോ അവർ ഹൗസ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ
amidst the showers of perfume with several oxen. അതേപോലെ തന്നെ ഒരുപാട് കാളകളേനെ ഒരുമിച്ച് പൂട്ടുന്ന ഒരു സമയത്തായിരിക്കും ഞാൻ അവിടെ എത്തുന്നുണ്ടാവുക. അതിൻ്റെ ഇടയിലും അദ്ദേഹം എന്നെ ആ വയലിൽ നിന്നിട്ട് തന്നെ എന്നെ ഗ്രീറ്റ് ചെയ്യും, എന്നെ സ്വാഗതം ചെയ്യും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതൊന്നും നടന്നിട്ടില്ല, പക്ഷെ ഇദ്ദേഹം വിചാരിക്കുകയാണ് ഞാൻ നാട്ടിൽ ചെന്നാൽ ഇന്നതൊക്കെ ഉണ്ടാവുമെന്ന്. ആ സന്ദർഭമൊക്കെ അദ്ദേഹം സ്വയം ആലോചിക്കുകയാണ്. അതാണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. Next stanza. The oxen will stop when they see me walking with my suitcase, and my father, without smiling, the smile slowly forming on his lips, will call from the field, and when did you start from the. ഈ സ്റ്റാൻസയിൽ പറയുന്നത്, ഞാൻ വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന, ഞാൻ എൻ്റെ സ്യൂട്ട് കേസുമായിട്ട് നടക്കുന്നത് കാണുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാളകളൊക്കെ ഉഴുതുന്നതൊക്കെ നിൽക്കും. അതേപോലെ തന്നെ and my father, without smiling, the smile slowly forming on his lips. എൻ്റെ ഫാദർ എന്നെ കണ്ടാൽ ഒന്ന് ചിരിക്കും, പക്ഷെ ആ ചിരി അങ്ങനെ പുറത്ത് കാണിക്കാതെ അദ്ദേഹം ചിരിക്കുകയാണ്. ഒരു ഗൗരവക്കാരനായിട്ടുള്ള ഒരു അച്ഛനാണ്, അതുകൊണ്ട് തന്നെ ചിരിക്കുന്നുണ്ട്. ഇവനെ കണ്ടിട്ട്, എന്നെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ട്, പക്ഷെ അത് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്നില്ല. വിത്തൗട്ട് സ്മൈലിംഗ്, ദ സ്മൈൽ സ്ലോലി ഫോമിങ് ഓൺ ഹിസ് ലിപ്സ്. അപ്പോൾ ഇവനെ കണ്ടിട്ട്, ഈ റൈറ്ററെ കണ്ടിട്ട് എൻ്റെ അച്ഛൻ ചിരിക്കുന്നുണ്ട്, പക്ഷെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ചിരി അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നില്ല, പുറമേക്ക് കാണിക്കുന്നില്ല. വിൽ കോൾ ഫ്രം ദ ഫീൽ ആൻഡ് വെൻ ഡിഡ് യു സ്റ്റാർട്ട് ഫ്രം ദ. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്നിട്ട് തന്നെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നത്? എപ്പോഴാണ് അവിടെ നിന്ന് യാത്ര തിരിച്ചെന്ന് അദ്ദേഹം അവിടെ നിന്ന്, ആ വയലിൽ നിന്ന് തന്നെ എന്നോട് വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഇതാണ് ഈ സ്റ്റാൻസയിൽ പറയുന്നത്. Then my little brother, carrying the tender saplings to be planted in the field where the ploughing is done, will run when he sees me and call out loud within earshot of the house, mother, brothers arrived. ഈ സ്റ്റാൻസയിൽ അദ്ദേഹം പറയുന്നത്, എൻ്റെ ബ്രദർ അവിടെ ആ ഉഴുതു മറിച്ചിട്ടുള്ള ആ പാടത്ത് നടാനുള്ള ഞാറുകൾ കൊണ്ടുവരികയാണ്. നമുക്ക് മൈ ലിറ്റിൽ ബ്രദർ ക്യാരിയിങ് ദ ടെൻഡർ സാപ്ലിങ്സ്. ടെൻഡർ സാപ്ലിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെ നടാനുള്ള ഞാറുകൾ കൊണ്ടുവരികയാണ്. അപ്പോൾ അവൻ ആ സമയത്താണ് എന്നെ കാണുന്നത്. വിൽ റൺ വെൻ ഹീ സീ മീ. അവൻ എന്നെ കണ്ട ഉടനെ തന്നെ ആൻഡ് കാൾ ഔട്ട് ലൗഡ്, ഉറക്കെ വിളിച്ച് പറയാണ്. വിത്തിൻ ഇയർ ഷോട്ട് ഓഫ് ദ ഹൗസ്, അവൻ്റെ വീട്ടിലേക്ക്, അവൻ്റെ അമ്മയോട്, അമ്മ കേൾക്കത്തക്ക വിധത്തിൽ ഉറക്കെ വിളിച്ച് പറയുകയാണ്. എന്ത്? മദർ, ബ്രദേഴ്സ് അറൈവ്ഡ്. ഏട്ടൻ വന്നിട്ടുണ്ടെന്ന് അവിടെ നിന്നിട്ട് തന്നെ ഉറക്കെ വിളിച്ച് പറയുകയാണ്. Walking cautiously along the dike so as not to upset the baskets full of seed. I will reach home in good time at last, just as my mother drains the well-cooked rice. Oh train, will you run a little faster? Let me get home quickly and eat my fill. ഈ സ്റ്റാൻസയിൽ എന്താ പറയുന്നത് വെച്ചാൽ, I walk carefully along the dike. Dike means ആ വരമ്പത്തുകൂടെ അദ്ദേഹം സൂക്ഷിച്ച് നടക്കുകയാണ്. ഞാൻ വളരെ കെയർഫുള്ളായിട്ട് നടക്കുകയാണ്. കാരണം എന്താ? സോ ആസ് നോട്ട് ടു അപ്സെറ്റ് ദ ബാസ്ക്കറ്റ് ഫുൾ ഓഫ് സീഡ്. ആ വരമ്പത്തൊക്കെ ഓരോ ബാസ്ക്കറ്റിലും വിത്തുകൾ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിത്തുകളൊക്കെ തട്ടി മറിയാതിരിക്കാൻ വളരെ കെയർഫുള്ളായിട്ട് ഞാൻ അതിനെ ആ വരമ്പത്തുകൂടെ നടക്കുകയാണ്. ഐ വിൽ റീച്ച് ഹോം ഇൻ ഗുഡ് ടൈം അറ്റ് ലാസ്റ്റ്, ജസ്റ്റ് ആസ് മൈ മദർ ഡ്രെയിൻസ് ദ വെൽ കുക്ക്ഡ് റൈസ്. ഞാനങ്ങനെ അവസാനം ഞാൻ എൻ്റെ വീട്ടിലെത്തി. അപ്പോൾ തന്നെ എൻ്റെ അമ്മ എന്ത് ചെയ്തിട്ടുണ്ട്? നല്ലപോലെ അറ്റ് ലാസ്റ്റ് ജസ്റ്റ് ആസ് മൈ മദർ ഡ്രെയിൻസ് ദ വെൽ കുക്ക്ഡ് റൈസ്. അതായത് നന്നായിട്ട് വെന്തിട്ടുള്ള ചോറ് വെച്ചിരിക്കുന്നുണ്ട് അമ്മ അവിടെ. ഓ ട്രെയിൻ, വിൽ യു റൺ എ ലിറ്റിൽ ഫാസ്റ്റർ? ലെറ്റ് മീ ഗെറ്റ് ഹോം ക്വിക്ക്ലി ആൻഡ് ഈറ്റ് മൈ ഫിൽ. അപ്പോൾ എന്താ പറയുന്നത്? അപ്പോൾ ഇതൊക്കെ അവൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ട്രെയിനിലിരുന്ന് ആലോചിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ട്രെയിനിനോട് പറയുകയാണ്, ഓ ട്രെയിൻ, വിൽ യു റൺ എ ലിറ്റിൽ ഫാസ്റ്റർ? ഒന്നും കൂടി വേഗത്തിൽ പോകാൻ പറയുകയാണ് ട്രെയിനിനോട്. ലെറ്റ് മീ ഗെറ്റ് ഹോം ക്വിക്ക്ലി ആൻഡ് ഈറ്റ് മൈ ഫിൽ. എന്നിട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിൽ പോയിട്ട് ആ സാറ്റിസ്ഫാക്ഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? നാട്ടിൽ വന്നിട്ട് അത്തിക്കിര എന്ന് പറയുന്ന ആ റൈസ് വെച്ചിട്ടുള്ള ഫുഡ് കഴിക്കണം എന്നാണ് അവൻ്റെ ആഗ്രഹം. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയിട്ട് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം. അതാണ് വേഗം ട്രെയിനിനോട് പോയിട്ട് വീട്ടിലെത്താൻ അവൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കൊന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഈ ചാൻസോട് കൂടിയിട്ട്. നാളെ നമുക്ക് നെക്സ്റ്റ് ചാൻസ് തുടങ്ങാം. ഓക്കെ, എന്തെങ്കിലും നമുക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിനി ഫ്രൈഡേ ഒക്കെ ആയിട്ട് നമ്മൾ സൂം മീറ്റിംഗ് വെക്കുമ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ.